പല പ്രാവശ്യം മാരാമൺ കൺവെൻഷന് വേണ്ടി പാട്ടുകളൊക്കെ നൽകുകയും എന്നാൽ ഈ വർഷമാണ് ഒരു ഗാനം 8 വർഷത്തിന് ശേഷം തിരഞ്ഞെടുക്കുക ഇടയായി തീർന്നത്. ഈ ഗാനം ഒരു ദൈവഹിതത്താൽ സംഭവിച്ച ഒരു പാട്ടാണ്. ദൈവം ഈ പാട്ട് ഇത് എഴുതാൻ എന്നെ ഉപയോഗിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഈ പാട്ടിലുണ്ട്. അങ്ങനെ പ്രത്യേകതയുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് സുപരിചിതനായിരിക്കുന്ന മോൻസി തോമസ് കാരയ്ക്കൽ ബ്രദർ, അദ്ദേഹം മാർത്തോമ സഭയുടെ ഗോസ്പൽ ടീമിന്റെ ഭാഗമാണ്. ഗോസ്പൽ ടീമിന്റെ ഭാഗമായിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന ഒരു വചനയാനം സുവിശേഷ പ്രഘോഷണ യാത്ര നടത്തിയപ്പോൾ ആ യാത്രയുടെ ആരംഭത്തിൽ ആ ടീം മെമ്പറിൽ ഒരാളായ എനിക്ക് പരിചയമുള്ള ഒരു സ്നേഹിതനോട്, ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന ഛത്തീസ്ഗഡിലുള്ള ജഗദൽപൂർ എന്ന സ്ഥലത്ത് നിങ്ങൾ നിശ്ചയമായി വരണമെന്ന് ആവശ്യപ്പെടുകയും ഛത്തീസ്ഗഡിൽ എത്തുമ്പോൾ അച്ഛനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഞാൻ പെട്ടെന്ന് അറിയുന്നു ഇവര് ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ജഗദൽപൂർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ മറ്റ് പ്രധാന സ്ഥലങ്ങളായിട്ടുള്ള ഭിലായി, റായ്പൂർ, ബിലാസ്പൂർ ആ റോഡിൽ നിന്ന് 300 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലമാണ് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലം. അപ്പോൾ അവര് പ്രോഗ്രാം ചാർട്ട് ചെയ്ത് പോയപ്പോൾ ഞാൻ ആ ടീം മെമ്പറിൽ ഒരാളിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ വരണമെന്ന് ഞാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണല്ലോ. അപ്പൊ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ നോക്കിയപ്പോൾ 300 കിലോമീറ്റർ ദൂരമുണ്ട്. ഞങ്ങൾക്ക് ദീർഘദൂര യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള കണ്ടിന്യൂസ് യാത്രയാണ് ഇനിയുള്ള ദിവസങ്ങൾ. ഇങ്ങനെ വരുന്നതിന് ഞങ്ങൾ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത്, പ്രത്യേകിച്ച് അവർ ടെമ്പോ ട്രാവലറിലാണ് വരുന്നത്, അതിന് ബുദ്ധിമുട്ടാണ് എന്ന് ആദ്യം അറിയിച്ചു. എന്നാൽ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചിട്ട് അവര് ചാർട്ട് ചെയ്തിരുന്ന ഒരു പള്ളിയിൽ ഈ പ്രോഗ്രാം നടത്തുന്നതിന് ഒരു അസൗകര്യമുണ്ട്, അതുകൊണ്ട് അച്ഛന്റെ പള്ളിയിൽ അച്ഛനും ആവശ്യപ്പെട്ടതല്ലേ, അത് ക്രമീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇടവക ചുമതലക്കാരോട് ആലോചിച്ചു. 2 ദിവസത്തിനുള്ളിൽ ആ പ്രോഗ്രാം എൻ്റെ പള്ളിയിൽ ചാർട്ട് ചെയ്യുകയും അങ്ങനെ പ്രിയപ്പെട്ട സുനിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഗോസ്പൽ ടീം അംഗങ്ങൾ ഞാനിപ്പോൾ സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ ഇടവക വികാരിയായിരിക്കുന്ന ഛത്തീസ്ഗഡിലെ ജഗദൽപൂർ മാർത്തോമ ഇടവകയിൽ വരികയും ഇവിടെ നിന്ന് അവർ ശുശ്രൂഷയ്ക്ക് ശേഷം മടങ്ങുമ്പോൾ, പ്രിയപ്പെട്ട മോർസിച്ചാൻ എനിക്ക് വർഷങ്ങൾ പരിചയമുള്ള ഒരാളാണ്, എന്നാൽ ഞങ്ങൾ ഒന്നിച്ചൊരു ഗാനം പോലും ഇതിനു മുമ്പേ ചേർന്ന് ചെയ്തിട്ടില്ല. എന്നോട് പറഞ്ഞു, അച്ഛാ നമുക്കൊരു ഗാനം ഒന്നിച്ച് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു, പിന്നെന്താ മോർസിച്ചാൻ നല്ലൊരു സംഗീതം അതിന് നൽകിയാൽ ഞാൻ അതിന് അനുയോജ്യമായ വരി എഴുതാം. കാരണം കുറച്ച് നാളുകളായിട്ട് സംഗീതത്തിന് വരി എഴുതുന്ന രീതിയിലാണ് ഞാൻ എഴുതാറുള്ളത്. അതാണ് എനിക്കിപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് കൂടുതൽ ഇഷ്ടവും. അപ്പോൾ അതുകൊണ്ട് മോർസിച്ചാൻ പറഞ്ഞു, ഞാൻ നോക്കാച്ചാന്ന് പറഞ്ഞു. അതിനുശേഷം അവരുടെ യാത്ര ടിബറ്റൻ ബോർഡറിലേക്ക് തുടരുന്നു. അങ്ങനെ ഒരു 3-4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടി നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് വരുന്നത് ഇതിന്റെ ഒരു മ്യൂസിക്കാണ്. വെച്ചാൽ ഞാൻ ഒരു പാട്ട് ഇങ്ങനെ മ്യൂസിക് എനിക്കിങ്ങനെ കിട്ടി ഈ യാത്രയിൽ. അപ്പോൾ നമുക്കത് മൂളി അയച്ചപ്പോൾ അതിനകത്ത് ഈ വണ്ടിയുടെ ഓണൊക്കെ അടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ വണ്ടിയിൽ ഇരുന്നതിനാണ് അത് ആ സംഗീതം എനിക്ക് അയച്ചത് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിക്കാം, ഞാനത് നോക്കാം, ഇതിന് ഈ വരി എഴുതാൻ പറ്റുമോ എന്നൊക്കെ. അപ്പൊ ഞാൻ ട്രെയിനിൽ തന്നെ ഇരുന്ന് 2 ദിവസം നീളുന്ന യാത്രയാണ്, ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഈ പല പ്രാവശ്യം ഞാൻ ഈ അയച്ചു തന്ന സംഗീതം കേൾക്കുകയും ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പാട്ട് എഴുതണമെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ ദൈവം തന്ന ഒരു ആലോചനയാണ് കൃപയുടെ തണലിൽ. അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സിൽ തുടക്കം വന്നത്, കൃപയുടെ തണലിൽ. അല്ലാതെ പലത് ആലോചിച്ച് എഴുതേണ്ടതായിട്ട് വന്നില്ല, കൃപയുടെ തണൽ. കാരണം ഒന്ന്, പൊള്ളുന്ന ചൂടത്ത് പന്തലിന്റെ തണലിലാണ് അനേക വിശ്വാസികൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് പന്തലിന്റെ തണൽ മാത്രമല്ല, അത് ദൈവകൃപയുടെ തണൽ കൂടെയാണ്. ജനം അനുഭവിക്കുന്ന കൃപയുടെ തണലിലാണ്. അപ്പോൾ കൃപയുടെ തണലിൽ നിന്ന് വെച്ച് തന്നെ പാട്ട് എഴുതി തുടങ്ങി. അത് എഴുതിയതിന് ശേഷം അതിന്റെ സ്റ്റാൻസുകളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ഓരോ സ്റ്റാൻസ് എഴുതുന്നതനുസരിച്ച് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പാടി നോക്കും, അതിന് ആ മ്യൂസിക്കിനനുസരിച്ച് ഈ വരികളൊക്കെ ചേർന്ന് പോകുന്നുണ്ടോ. അവരോട് പറഞ്ഞത്, അച്ഛാ ഇത് നന്നായിരിക്കുന്നു, അച്ഛൻ ഇതിന്റെ ബാക്കി കൂടെ എഴുതിയാൽ. അങ്ങനെ ഈ 3 സ്റ്റാൻസകൾ, അതായത് കൃപയുടെ തണലിൽ നിന്ന് പറഞ്ഞു വരുന്നത്, അതിനുശേഷം അതിന്റെ 3 ചരണങ്ങൾ, പല്ലവിയും അതിനുശേഷമുള്ള 3 ചരണങ്ങൾ. അതില് ആദ്യം മുള്ളുകൾ നിറയും വഴികളിൽ എന്നെ തള്ളിക്കളയാതെ എന്നുള്ള പാഠപുസ്തകത്തിൽ 3ാമത് വന്നിട്ടുള്ള ചരണമാണ് ആദ്യം രചിച്ചത്. അതിനുശേഷം കണ്ണുകൾ നിറയും കനലുകളിൽ എന്നുള്ള ഒരു 2ാമത്തെ ഒരു വരി എഴുതി. അവസാനമാണ് ഒരു സ്റ്റാൻസ് കൂടെ എഴുതണോ വേണ്ട എന്ന് ആലോചിച്ചു. ഒരു പാട്ടിന് ആവശ്യമുള്ള അത്രയും വരികളായി, എന്നാൽ അത് എഴുതണം എന്നുള്ള മനസ്സിലൊരു പ്രേരണ ഉണ്ടായി. അങ്ങനെ എഴുതാൻ ശ്രമിച്ചപ്പോൾ എന്തെഴുതും എന്നുള്ളത് മനസ്സിൽ ചിന്തിച്ചപ്പോൾ മനസ്സിൽ ദൈവം തന്ന മറ്റൊരു ആലോചനയാണ്, കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ
എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവൻ. എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് ആ വരികൾ എഴുതിയത്. കാരണം ഞാനൊരു സുവിശേഷകനായി അല്ലെങ്കിൽ ഒരു സഭയിൽ വൈദികനായി ഈ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവിക ശുശ്രൂഷയിലൊക്കെ ധാരാളം ഇല്ലായ്മകളുടെ അനുഭവങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ആരോടും പങ്കുവെക്കുന്നില്ല, മറ്റാർക്കും അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ മാത്രം അറിയുന്ന നമ്മുടെ എത്രയോ ഇല്ലായ്മകളുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ആരുടെയും മുന്നിൽ കൈ നീട്ടാൻ ഇടവരാത്ത വിധത്തിൽ ദൈവം ഏതെങ്കിലും വഴി തുറന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ ഇല്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയെ നോർക്കുമ്പോൾ ആ ഒരു വിചാരം, ആ ഒരു ബോധ്യം എൻ്റെ മനസ്സിൽ അത് എഴുതുമ്പോൾ തന്നെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ട് അടുത്ത വരി എന്തെഴുതണം എന്ന് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. മിഴികൾ നിറയും മനവും പാട് സ്തുതിയുടെ സംഗീതം ഞാൻ കുറിക്കുകയായിരുന്നു. കാരണം അത്തരം അത് എഴുതുമ്പോൾ തന്നെ എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, ഇത് എന്റെ മാത്രം അനുഭവമല്ല, ഇത് അനേക വിശ്വാസികളുടെ ജീവിതാനുഭവമാണ് അവരുടെ ഇല്ലായ്മയിൽ ദൈവം കരുതിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് പാടുന്നവരുടെ ഹൃദയത്തെ തൊടുമെന്ന് എനിക്ക് 100% നിശ്ചയമായിരുന്നു. അത് എന്റെ ഹൃദയത്തിൽ നിന്ന് അപ്രകാരം അത് എഴുതി. പിന്നീട് ആ പാട്ട് മോശിച്ചാൻ അത് എഴുതി വരികളൊക്കെ അയച്ചു. വീണ്ടും അത് അതിന്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കലത്തിലെ മാവ് ഭരണിയിലെ എണ്ണയൊക്കെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഓർഡർ ഒന്നുകൂടി ഒന്ന് ഷഫിൾ ചെയ്തു. മൂന്നാമത് എഴുതിയ വരി ആദ്യം പ്ലേസ് ചെയ്യുകയും, കണ്ണുകൾ നിറയും കനലുകളിൽ എന്നെ തള്ളിക്കളയാതെ എന്നുള്ളിൽ നിറയെ സ്നേഹം തന്നു, ജീവനെ കാത്തവനെ അഗ്നിയിൽ നടുവിലും സിംഹക്കുഴിയിലും കരുതി നോക്കുമ്പോൾ ഹൃത്തിൽ നിറയും നിലവും പാടും സ്തുതിയുടെ സംഗീതം. അപ്പം സ്തുതിയുടെ സംഗീതം എന്ന് പറഞ്ഞാണ് ഓരോ സ്റ്റാൻസയും ഒന്ന് അവസാനിക്കുന്നത്. അപ്പൊ ഞാൻ അതും വിചാരിച്ചു, പല വാക്കുകളൊക്കെ മാറ്റി നോക്കിയെങ്കിലും ഇനി എന്റെ മനസ്സിൽ അത് തന്നെ മതി, 3 സ്റ്റാൻസയുടെ അവസാനം അത് തന്നെ മതി എന്ന ഒരു തോന്നൽ ഉണ്ടാകുകയും അപ്രകാരമാണ് അങ്ങനെ ക്രമീകരിച്ചത്. പിന്നെ മുള്ളുകൾ, അപ്പോൾ നമ്മുടെ വേദപുസ്തകത്തിന്റെ ഒരു ഓർഡർ അനുസരിച്ച് തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കലത്തിലെ മാവ് ഭരണിയിൽ എണ്ണയിൽ ആദ്യം പ്ലേസ് ചെയ്യുന്നു. പിന്നീട് ഇങ്ങനെ ദാനിയേലിന്റെ പുസ്തകത്തിൽ വരുന്ന സിംഹക്കുഴിയിലും അഗ്നിയിൽ നടുവിലും ഒക്കെ വരുന്നു. മുള്ളുകൾ നിറയും വഴികളിൽ എന്നെ തള്ളിക്കളയാതെ എന്നുള്ളിൽ നിറയെ സ്നേഹം തന്നു കൂടെ ഇരുന്നതും ക്രൂശിന്റെ അനുഭവമാണ്. പാപ വഴിയിൽ എന്നെ തള്ളിക്കളയാതെ എന്റെ ഉള്ളിൽ നിറയെ സ്നേഹം തന്നു കൂടെ ഇരുന്നവൻ ഇരവിലും മരുവിലും കരുതിയ നാഥൻ സ്നേഹം അത് ഓർക്കുമ്പോൾ നാവിൽ നിറയെ മനവും പാട് സ്തുതിയുടെ സംഗീതം. അങ്ങനെയാണ് ഈ പാട്ട് രചിച്ചത്. അങ്ങനെ ഈ പാട്ട് ഞങ്ങൾ ഒന്നിച്ച് അത് നാട്ടിലെ വിവാഹത്തിന്റെ ആ തിരക്കുകൾക്കിടയിലും അതൊന്നിച്ച് അത് പാടി അത് മാരാമണ്ട് കൊടുത്തു. അത് സെലക്റ്റഡ് ആയി. അത് CD-യിൽ അല്ലെങ്കിൽ പാട്ട് DSMC ഇറക്കിയ ആൽബത്തിൽ 1ാമത്തെ പാട്ടായിട്ട് അനേകരത് ഏറ്റുപെടുന്നതിന് കാരണമായി. അപ്പൊ ഇത് പൂർണ്ണമായി ദൈവഹിതമാണെന്ന് പറയുന്നതിന് ഒരു കാരണം, ഇവിടെ ചാർട്ട് ചെയ്യാത്തൊരു പ്രോഗ്രാം ഇവിടെ ചാർട്ട് ചെയ്യുകയും മോൻസിച്ചാൻ ഇവിടെ വരേണ്ടതല്ല, മോൻസിച്ചാൻ ഇവിടെ കൊണ്ടുവരികയും ഒരിക്കൽ പോലും ഞങ്ങൾ ഒന്നിച്ചൊരു പാട്ട് ചെയ്തിട്ടില്ല. ആ പാട്ട് ഒന്നിച്ച് ചെയ്യാനായിട്ട് ഇവിടെ വന്നില്ലായിരുന്നു ഒരുപക്ഷെ പാട്ട് അങ്ങനെ ഒരു പാട്ട് സംഭവിക്കത്തില്ലായിരുന്നു. ഇതിന് സംഗീതം നൽകിയത് ഒരു യാത്രയിലാണ്, ഇതിന് വരികൾ കുറിക്കുന്ന ഒരു യാത്രയിലാണ്. അങ്ങനെ ഒരു പ്രത്യേകത ഈ പാട്ടിനുണ്ട്. എന്നാൽ ഈ വരികളിലെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളോടെ ചേർത്തെഴുതി എന്നുള്ള സന്തോഷമുണ്ട്. അത് അനേക ആളുകൾക്ക് അത് പാടാനായിട്ട് വളരെ ലളിതമായി പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു പാട്ടാണ്. അങ്ങനെ ഒത്തിരി പേര് പാടുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ പാടുമ്പോൾ എനിക്ക് അത് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഇതാണ് ഈ കൃപയുടെ തണൽ എന്ന ഗാനത്തിന്റെ ഒരു പശ്ചാത്തലം. മോൻസി ലൈനിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛൻ ഈ പാട്ട്, അച്ഛൻ പാട്ടുകാരനാണോ? പാടുമോ? ഞാന് ഗാനരചനയാണ് പ്രധാനമായിട്ടും ഞാൻ ചെയ്യാറുള്ളത്. ഞാന് പാടും, എന്നാലും ഞാൻ ഗായകനല്ല. 4 വരി തീർച്ചയായിട്ടും പാടാം. 4 വരി. കൃപയുടെ തണലിൽ അനുദിനം എന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകൾ ഓർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. കലത്തിലെ മാവും ഭരണിയിൽ എണ്ണയും കുറഞ്ഞു പോകാതെ എന്നില്ലായ്മകളിൽ അതിശയമായി നടത്തിയിടുന്നവനെ, കിളിവാതിലുകൾ തുറന്നു നൽകിയ സമൃദ്ധിയതോർക്കുമ്പോൾ മിഴികൾ നിറയും നന്ദിയാൽ പാടും സ്തുതിയുടെ സംഗീതം. കൃപയുടെ തണലിൽ അനുദിനം എന്നെ പോറ്റിയിടുന്നവനെ, എന്നൊമ്പരമെല്ലാം നന്മയതാക്കി മാറ്റിയിടുന്നവനെ, പറഞ്ഞു തീരാദാനമതേകിയ കരുണകൾ ഓർക്കുമ്പോൾ എന്നാവിൽ നിറയും മനവും പാടും സ്തുതിയുടെ സംഗീതം. ആരാമൺ പാട്ടുകളിൽ തൊട്ട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പാട്ട് ഏതാണ് അച്ഛന്റെ? 2017 2 ഗാനങ്ങൾ ഒന്നിച്ച്. അത് ഒരു സന്തോഷം. ഞാനൊരു കോളേജിൽ പഠിക്കുന്ന എൻ്റെ ഒരു 23ാമത്തെ വയസ്സിൽ
രണ്ട് ഗാനങ്ങൾ ഒന്നിച്ചു വന്നു എന്നുള്ള ഒരു വലിയ സന്തോഷവും, അങ്ങനെ ഒരു രണ്ട് ഗാനങ്ങൾ ഒരു യൗവനക്കാരന്റെ വന്നു എന്നുള്ള വലിയൊരു പ്രത്യേകതയുള്ള ഒരു വർഷമായിരുന്നു അത്. 2017 അനുഗ്രഹത്തോടെ അനുദിനവും എന്നൊരു പാട്ടാണ്. അനുഗ്രഹത്തോടെ അനുദിനവും അതിശയമായി പോറ്റുന്നവൻ, അളവുകളില്ലാത്ത സ്നേഹത്താൽ എന്നെ അൻപോടെന്നും നടത്തുന്നവൻ, അവനൻ ദൈവം, അവനൻ കർത്തൻ, അവനൻ ജീവൻ, എൻ സർവവും. ഈ പാട്ട് ഒരു പാട്ട്. ഇത് ജോസി ബുലാഡ് സാറാണ് ഇതിന് സംഗീതം നൽകിയത്. രണ്ടാമത്തെ പാട്ട് ഞാൻ എന്റെ കോളേജിൽ തന്നെ ജൂനിയർ ആയിരിക്കുന്ന, ഇന്ന് സഭയിലെ മാർത്തോമ സഭയിലെ വൈദികനായിരിക്കുന്ന ജോബിൻ തോമസ് ജെയിംസ് അച്ഛനോട് ചേർന്ന് ചെയ്തൊരു പാട്ടാണ്. അത് കർത്താവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ടൊരു പാട്ടാണ്. ഉണർന്നിടാം ഒരുങ്ങിടാം യേശുരാജനായി വരുന്നതിനാൽ, വാനമേഘേ അവൻ വരുമേ നിത്യജീവനം കൃപയേകിടാൻ. യേശുവേ എന്നു നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്നേ, സന്നിധേ ചേർത്തിടുവാൻ എന്നെ നിൻ വകയാക്കിടാൻ. ഇതാണ് രണ്ടാമത്തെ ഗാനം. ഈ രണ്ട് ഗാനങ്ങളാണ് 2017 മാരാമൺ കൺവെൻഷന് വന്നത്. ഈ ഗാനങ്ങളും അനേകർക്ക് ഇഷ്ടപ്പെട്ട് അനേകർ പാടുന്നുണ്ട്. വിവിധ കൊയറുകളിലൊക്കെ ഇന്നും ഉണർന്നിടാം ഒരുങ്ങിടാം എന്നുള്ള ഗാനം പല കൺവെൻഷനുകൾക്കൊക്കെ പാടുന്നുണ്ട്. അത് പലയിടങ്ങളിൽ നിന്നൊക്കെ അവരെനിക്ക് അയച്ചു തരും. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. ഈ രണ്ട് പാട്ടുകളാണ് 2017 വന്നത്. അങ്ങനെ രണ്ട് പാട്ടുകൾ ഒന്നിച്ച് പ്രസിദ്ധീകരിച്ചോ? അതെ അതെ, അത് ആദ്യമായി മാരാമൺ അതൊരു റയർ കേസ് ആണല്ലോ. അതെ അതെ അതെ, അതൊരു വലിയ ദൈവകൃപയായിട്ടും ഭാഗ്യമായിട്ടും ഞാൻ കാണുന്നു. ഞാൻ എന്റെ ആദ്യത്തെ മാരാമൺ ഗാനം വരുന്നത് തന്നെ രണ്ട് പാട്ടുകൾ ഞാനൊരു യൗവനക്കാരനായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഒന്നിച്ചു വന്നു എന്നുള്ള ഒരു അപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രത്യേകത കൂടെ ആ പാട്ടിനുണ്ട്. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യവും അതൊരു വലിയ ദൈവകൃപയായിട്ട് ഞാൻ ഇന്നും അത് കാണുന്നു, വിശ്വസിക്കുന്നു. അച്ഛൻ ഏത് കോളേജാണ് പഠിച്ചത്? ഞാൻ തിരുവല്ല മാർത്തോമ കോളേജിലാണ് ഡിഗ്രി ചെയ്തത്, BA ഇംഗ്ലീഷിൽ. അതിനുശേഷം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ 2014-16 കാലഘട്ടത്തിൽ MA മലയാളം ചെയ്തു. ഈ രണ്ട് കോളേജിലാണ് പഠിക്കുന്നത്, തിരുവല്ല മാർത്തോമ കോളേജ്, കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്. തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ സംഗീത യാത്ര ആരംഭിക്കുന്നത്. അവിടുന്ന് ഒരു കൊച്ച് ഫ്രണ്ട്ഷിപ്പ് സോങ്സ് ഒക്കെ എഴുതി ആരംഭിച്ചതാണ്. അവിടെ നിന്ന് 2014 മുതൽ VBS ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. 2017 മുതൽ മാരാമൺ കൺവെൻഷന് 2015-16 തൊട്ടൊക്കെ ഭദ്രാസന കൺവെൻഷനുകൾക്കും പാട്ടുകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ 2-3 ഭദ്രാസനങ്ങളുടെ കൺവെൻഷനുകൾക്കൊക്കെ വന്നിട്ടുണ്ട്. അത് 1-2 പാട്ടുകൾ മാരാമണിന്റെ സോങ് സെലക്ഷൻ കമ്മിറ്റിയിൽ അവസാന റൗണ്ടിൽ വന്ന 2-3 പാട്ടുകൾ DSMCയിൽ നിന്ന് തന്നെ നേരിട്ട് കോട്ടയം കൊച്ചി ഭദ്രാസന കൺവെൻഷനും തിരുവനന്തപുരം ഭദ്രാസന കൺവെൻഷനും ഒക്കെ നേരിട്ട് നൽകിയിട്ടുണ്ട് DSMCയിൽ നിന്ന്. അത് അവസാന റൗണ്ടിൽ വരുന്ന പാട്ടുകൾ, അവസാന റൗണ്ടിൽ വരുന്ന 30 പാട്ടുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 16ഉം തെരഞ്ഞെടുക്കാത്ത 14 പാട്ടിൽ നിന്നും ആ തെരഞ്ഞെടുക്കാതെ പോയ 14 പാട്ടായിട്ട് അങ്ങനെ 2 പാട്ടുകൾ വന്നു. അത് അവസാനം വരെ ആ പാട്ടുകൾ വന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അത് ഭദ്രാസന കൺവെൻഷനുകൾക്ക് പാടിയിട്ടുണ്ട്. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം കുന്നംകുളം മലബാർ ഭദ്രാസന കൺവെൻഷന് ആർദ്ര മാനസനേശുവേ എന്നുള്ളൊരു പാട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഭദ്രാസന കൺവെൻഷനുകൾക്കും അങ്ങനെ പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്റെ കോളേജ് പഠന കാലഘട്ടം, പ്രത്യേകിച്ച് തിരുവല്ല കോളേജിൽ പഠിച്ചതും കോഴഞ്ചേരി കോളേജിൽ പഠിച്ചതും ഒക്കെ എന്റെ ഈ സംഗീതയാത്ര ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ നല്ല നല്ല സൗഹൃദങ്ങൾ, പാട്ട് പാടുന്നവരുമായിട്ടും പാട്ട് സംഗീതമൊക്കെ ചെയ്യുന്നവരുമായിട്ടും ഒക്കെയുള്ള നല്ല കൂട്ട്, അങ്ങനെ അവരോട് ചേർന്നുള്ള നല്ല ഫെലോഷിപ്പ് ഒക്കെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മാരാമണ്ണും അല്ലാത്തതുമായ പാട്ടുകളിൽ ഏറ്റവും പ്രചാരം നേടിയതും അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഏതാണ്? ഒരു പാട്ട് പറയാനായിട്ടുണ്ടോ? എല്ലാ പാട്ടും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എഴുതിയതും, ചില പാട്ടുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മ്യൂസിക് നൽകി അച്ഛൻ വരി എഴുതാമോ, അല്ലെങ്കിൽ ഞാൻ വൈദിക ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ട് 2 വർഷമാകുന്നുള്ളൂ. അതിനു മുമ്പേ ഉള്ള സമയത്ത് തോമസ് വരി എഴുതാമെന്നൊക്കെ ചോദിച്ചു വന്നിട്ട് അങ്ങനെയൊക്കെ എഴുതിയ പാട്ടുകളുണ്ട്. പിന്നെ എല്ലാ പാട്ടും പ്രിയപ്പെട്ട പാട്ടാണ്. എന്നാലും കൃപയുടെ തണലിൽ എന്നുള്ള പാട്ട് എനിക്ക് ഞാൻ എഴുതിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടായിട്ട് കൃപയുടെ തണലിൽ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എല്ലാ പാട്ടും ഇഷ്ടമാണ്, എന്നാൽ കുറച്ചുകൂടെ ആളുകൾ പാടുകയും അത് കുറച്ചുകൂടെ അതിനൊരു ജീവിതാനുഭവം കൂടെ ഉള്ളത് കൊണ്ട് ആ പാട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളിലൊന്ന്. ട്യൂണും ലിറിക്സും ഒന്നിച്ച് കിട്ടിയ പാട്ടുകൾ? ട്യൂണും ലിറിക്സും ഒന്നിച്ച് കിട്ടിയ പാട്ട് ഉണർന്നിടാം ഒരുങ്ങിടാം എന്നുള്ള പാട്ട് ഒന്നിച്ച്, അത്
അതിന്റെ ഒരു കോറസ് ആണ് ആദ്യം എന്റെ നാവിൽ വരുന്നത്. അത് ഞാൻ കർത്താവ് രണ്ടാം വരവിനെ കുറിച്ച് ഒരു പാട്ട് എഴുതണമെന്ന് വെച്ചപ്പോൾ അതിന്റെ യേശുവേ എന്ന് നീ വന്നിടും ഞാൻ നോക്കി പാർത്തിടുന്ന എന്നുള്ള വരികളാണ് ആ ഒരു മ്യൂസിക്കോട് ചേർന്ന് ഉള്ള വാക്കുകളാണ് കിട്ടിയത്. അപ്പോൾ അത് കുറിച്ചിട്ടതിന് ശേഷം ഞാൻ ആദ്യത്തെ പല്ലവിയും ചരണവും ഒക്കെ പിന്നീട് എഴുതുകയായിരുന്നു. അനുപല്ലവി കോറസ് ആദ്യം കിട്ടി, അതിനുശേഷം വരികളും അല്ലെങ്കിൽ പല്ലവിയും ചരണവും ഒക്കെ പിന്നീടാണ് എഴുതിയത്. അപ്പോ അത് അങ്ങനെ കിട്ടിയ ഒരു പാട്ടാണ്. വേറെയും പാട്ടുകള് ചെറുതായിട്ടൊന്ന് ഏതാ സാറേ? ആ പാട്ട് ഇപ്പൊ പറഞ്ഞ പാട്ടൊന്ന് ഉണർന്നിട മുരുകട ഞാൻ മുമ്പേ പാടിയിരുന്നു. കൺവെൻഷൻ വന്ന മറ്റൊരു പാട്ടാണ്. വേറെയും പാട്ടുകളുണ്ട്. ഞാൻ 2018 പ്രളയം ഞങ്ങളുടെയൊക്കെ ഞാൻ പുലിയൂര്, ചെങ്ങന്നൂരിനടുത്തുള്ള പുലിയൂർ, ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ പുലിയൂര് ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളപ്പൊക്കം 2018 വെള്ളപ്പൊക്കത്തിന്റെ വലിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ വെള്ളത്തിൽ കൂടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ പ്രായമുള്ള അമ്മച്ചിയോടും ഒക്കെ ചേർന്ന് നടന്നുപോയ വളരെ സങ്കടകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരാൾ പൊക്കത്തിൽ വീട്ടിനുള്ളിൽ വെള്ളം കയറിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് ദൈവം കരയിൽ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു വീട് അവിടെ ഒരുക്കിയിരുന്നു. ദൈവം ഞങ്ങൾക്കുള്ള ആഹാരം ഒരുക്കിയിരുന്നു. ഞങ്ങളുടെ കയ്യിലൊന്നും എടുക്കാതെ ഞങ്ങൾ പോയത്. ഒരു പെട്ടെന്നൊരു പ്രഭാതത്തിൽ ഞങ്ങള് വെള്ളം വീട്ടിലോട്ട് കയറുന്ന കണ്ടോണ്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ. എന്നാൽ ഒരാഴ്ചക്ക് അധികം ഞങ്ങളൊരു ഭവനങ്ങൾ മറ്റ് ഇടങ്ങളിൽ താമസിച്ചപ്പോൾ ദൈവം കരുതി. അപ്പൊ ഞാൻ ആ പശ്ചാത്തലത്തിൽ ഒരു പാട്ട് എഴുതി. അത് പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ അങ്ങനെ ഒരു പാട്ട്, അതെല്ലാം ഈ വരികളും സംഗീതം കൂടെ ഒന്നിച്ച് കിട്ടിയ പാട്ടുകളാണ്. ഞാൻ തന്നെ, മറ്റൊരാൾ സംഗീതം ചെയ്യാതെ ഞാൻ തന്നെ ചെയ്തത്. അത് എല്ലാം നഷ്ടമായെന്നു നനച്ച വഴികളിൽ എല്ലാം തകർന്നെന്നു കരുതിയ ഇഹത്തിൽ തളർന്നു പോകാതെ കാത്തതിനാൽ നിൻ കൃപയ്ക്കായി സ്തോത്രം നാഥ, നന്ദി നന്ദി സ്തോത്രം നാഥ, നിൻ കൃപയ്ക്കായി നന്ദി എന്നും. എനിക്കു മുൻപായി നീ നടന്നു, എനിക്കായി വഴികളെ ഒരുക്കിയില്ലേ. എനിക്കു മുൻപായി നീ നടന്നു, എനിക്കായി വഴികളെ ഒരുക്കിയില്ലേ. തളർന്നു പോകാൻ പിന്നെ ഇടവന്നില്ല, കരുതുന്ന കരം എന്നെ പിടിച്ചതിനാൽ. തളർന്നു പോകാൻ പിന്നെ ഇടവന്നില്ല, കരുതുന്ന കരം എന്നെ പിടിച്ചതിനാൽ. ഇതാ വെള്ളപ്പൊക്കത്തിന്റെ അനുഭവത്തിൽ ആ കണ്ണീരിൽ കൂടെ കരഞ്ഞുകൊണ്ട വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു അനുഭവമായിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് മുൻപായി നീ നടന്നു, എനിക്കായി വഴികളെ ഒരുക്കിയില്ലേ. തളർന്നു പോകാൻ പിന്നെ ഇട വന്നില്ല, കരുതുന്ന കരം എന്നെ പിടിച്ച ആ വെള്ളത്തിന്റെ ആ നടന്നുപോയ അനുഭവത്തിൽ. അത് ഈ പാട്ട് സത്യം പറഞ്ഞാൽ എങ്ങും അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ സ്റ്റുഡിയോയിൽ പോയി അത് പാട് റെക്കോർഡ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ വരികളും പാട്ടുകൂടെ അല്ലെങ്കിൽ വരികളും സംഗീതവും വരികളോട് ഒന്നിച്ച് ദൈവം എനിക്ക് തന്ന എന്റെ ജീവിതാനുഭവത്തിലെ എനിക്ക് ഏറെ ഇഷ്ടമുള്ള മറ്റൊരു പാട്ടാണത്. അത് ഞാൻ സാർ ഒന്നിച്ചങ്ങനെ ചോദിച്ചോണ്ട് അത് പാടിയും ദൈവം. അതുകൊണ്ട് നമുക്ക് പാടാൻ ഗ്രൂപ്പിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഞാനത് തരാം, നൽകാം ആ പാട്ട്. VBS ഗാനം ഞാൻ 2012 തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിലെ ഒരു വോളണ്ടിയർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സമാജം ടീമിന്റെ പ്രോഗ്രാംസിൽ ഒന്നിച്ചു പോവുകയും 2010 മുതൽ ഒരു VBS ലീഡറായിട്ട് വിവിധ ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യും. അപ്പൊ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി എടുത്തത് തന്നെ VBS. ഞാനൊരു സഭയിൽ വൈദികനായി സുവിശേഷകനായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചത് VBS മിനിസ്ട്രിയിലൂടെ. അതുകൊണ്ട് ആ VBS എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിന്റെ തന്നെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ VBS മിനിസ്ട്രിയിൽ ഞാൻ 2010 മുതൽ പോകുന്നുണ്ട്. 2014 ആദ്യത്തെ ഗാനം വരുന്നത്. 2014 ഫേസ്ബുക്ക് അല്ല അല്ലല്ലല്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് അല്ല അല്ലല്ലല്ല. അന്ന് ഈ വാട്സാപ്പ് ഒക്കെ ഇച്ചിരി പോപ്പുലർ ആകുന്നതിന് മുമ്പ് ഈ ഓർക്കുട്ട് എന്ന് പറഞ്ഞ മറ്റൊരു സോഫ്റ്റ്വെയർ, ഓർക്കുട്ടല്ല അല്ലല്ലല്ല, ആ തിരുവചനം ലോഗിൻ ചെയ്യാം, നന്മകളെ എന്നും ലൈക്ക് ചെയ്യാം, സാത്താനെ അൺഫ്രണ്ട് ചെയ്യാം, തിന്മകളെ ബ്ലോക്ക് ചെയ്തിടാം, യേശുവിൻ സ്നേഹം ഷെയർ ചെയ്യാം, കർത്തനെ ദിനവും ഫോളോ ചെയ്തിടാം. അപ്പോ മുൻ വർഷങ്ങളിലേക്ക് ഒരു പാറ്റുകളിൽ നിന്ന് ഈ കാലഘട്ടത്തിന്റെ പുതിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പാട്ടായിരുന്നു അത്. അത്തരത്തിലൊരു ആദ്യത്തെ പാട്ടായിരുന്നു ആ വർഷം. കാരണം ഇങ്ങനെ ലോഗിൻ ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഈ വാക്കുകളൊക്കെ ഒത്തിരി കോമൺ ആയി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്.
അപ്പോൾ അപ്രകാരം ഒരു പാട്ട് എഴുതി. അതാണ് 2014 VBS പാട്ടിന്റെ ആരംഭം. 2015 എത്തുമ്പോൾ BOOST ബൂസ്റ്റിനെക്കാളും ഫാസ്റ്റിൽ പായണ ബൈക്കിനെക്കാളും എന്നൊരു പാട്ട് എഴുതി. അതിനോട് ചേർന്ന് തന്നെ മിസ്റ്റർ ബീനും ചോട്ടാ ഭീമും നൽകാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞ ഒരു സ്നേഹിതന്റെ പാട്ടിന് ഞാൻ മ്യൂസിക് കൊടുത്തു. അങ്ങനെ ആ വർഷം 2 പാട്ടുണ്ടായിരുന്നു. 2016 എത്തിയപ്പോൾ വേഗത്തിൽ പായും ടോമാൻ ജെറിയും ഉയരത്തിൽ പറക്കും സൂപ്പർമാനും എന്ന് പറഞ്ഞൊരു പാട്ട്. അപ്പോൾ ഈ ആദ്യത്തെ 3-4 ഗാനങ്ങൾക്കെല്ലാം പ്രാധാന്യം കൂടുതൽ കൊടുത്തിരുന്നത് ഈ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കും അവർക്ക് സെൽഫി അല്ലെങ്കിൽ ബൂസ്റ്റ് ബൈക്ക് ചോട്ടാ ബി മിസ്റ്റർ ബീൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്റെ സ്നേഹിതര് തന്നെ പലരും പറയാൻ തുടങ്ങി ഇങ്ങനെയുള്ള പാട്ടുകൾ എഴുതാതെ ഇനിയിപ്പം കുറച്ച് ബൈബിൾ സ്റ്റോറീസ് ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കണമല്ലോ. അപ്പൊ അതിനുശേഷം ഞാൻ എഴുതിയ എല്ലാം ബൈബിൾ സ്റ്റോറീസാണ്. 2017 അയ്യയ്യോ ആര്യവൻ ശക്തനായവൻ കരുത്തനായവൻ അലറുന്ന സിംഹത്തെ വലിച്ചു കീറിയോൻ എന്ന് പറഞ്ഞ് ശിംശോന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയിട്ട് ഒരു പാട്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് എഴുതുമ്പോൾ ചില നിർബന്ധങ്ങളുണ്ട്. അതായത് ഒന്ന്, ഈ സ്ഥിരം വരാത്ത കഥകൾ വെച്ചിട്ടുള്ള പാട്ടായിരിക്കണം. അതായത് മറ്റുള്ളവരൊക്കെ എപ്പോഴും ഇപ്പൊ സക്കായി അല്ലെങ്കിൽ കാണാതെ പോയ ആട്, ഇതൊക്കെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുള്ള തീമുകളാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ പുതിയ വേദപുസ്തക ഭാഗങ്ങളെ ആസ്പദമാക്കി ഗാനം എഴുതണമെന്നൊരു നിർബന്ധം അന്നും ഇന്നും പ്രകാരം ഒരു താല്പര്യമുണ്ട്. അപ്പൊ അന്ന് 2017 ശിംശോന്റെ ജീവിതം വെച്ചിട്ട് അങ്ങനെ ഒരു പാട്ട് എഴുതി. 2018 പാട്ടുകൾ ഒന്നുമില്ല. 2019 വരുമ്പോഴ് അമ്പേ അയ്യേ എന്ന് പറഞ്ഞ ഒരു പാട്ട് എഴുതി. അത് ഈ തന്ത്രശാലി സൂത്രക്കാരൻ അന്നൊരു നാളിൽ ഏദൻ തോട്ടെ പാപത്തിൻ കനി നൽകാൻ വന്നു, അരുതെന്ന് ദൈവമോദി ആകാമെന്നോതി സാത്താൻ ആദമും ഹൗവയും പെട്ടല്ലോ. ഈ ഏദൻ തോട്ടത്തിൽ വെച്ച് ഹൗവായെ പാമ്പ് പ്രലോഭിപ്പിച്ച് ഈ പഴം കഴിപ്പിക്കുന്ന ആദാമും അതിന്റെ തിക്തഫലമൊക്കെ അനുഭവിക്കുന്ന ആ ഒരു സംഭവം, അതും ഇതിനു മുമ്പേ പാട്ടായിട്ട് വരാത്തൊരു ഭാഗമാണ്. അതും വെച്ചിട്ട് ആ വർഷം ഈ പാട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾ ഒത്തിരി ഏറ്റെടുത്ത പാട്ടുകളാണ്. അതിനുശേഷം പിന്നീട് കോവിഡിന്റെ കാലഘട്ടമൊക്കെ ആയിരുന്നു. പിന്നീട് ഗദരദേശത്ത് പടകിറങ്ങിയ യേശുനാഥന്റെ മുന്നിലേക്ക് പാഞ്ഞെടുത്തു വരുന്നവൻ ഇവനാർന്ന് പറഞ്ഞ് ഭൂതഗ്രസ്തന്റെ ഒരു പാട്ട്, ഈ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ വെച്ചിട്ട് ഒരു പാട്ട് എഴുതി. ആ പാട്ട് എഴുതി. അതിനുശേഷം പിന്നീട് തിബരിയാസ് കടൽക്കരയിൽ അലയടിക്കുന്ന തിരക്ക് മുകളിൽ മുക്കുവരും പത്രോസും കൂട്ടരും വലയെറിയാൻ പോയി എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി. ഈ വർഷം ഇതിനിടയ്ക്ക് തന്നെ വേറെ 1-2 ബൈബിൾ സ്റ്റോറീസ് അല്ലാത്ത ഇംഗ്ലീഷ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഓ മൈ ബഡി ലെറ്റ്സ് ഗോ ഫോർ എ റേസ് എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നീട് ജും ജും ജുംബലലക്ക എന്ന് പറഞ്ഞ ഒരു സോങ് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ വർഷം തപ്പി 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 നടന്ന ഒരു അന്തൻ ഭർത്തിയുമായി എന്ന് പറഞ്ഞ് ഒരു പാട്ട് ഇപ്പോൾ VBS പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിപ്പാട്ട് എഴുതിയിട്ടുണ്ട്. അത് ഒത്തിരി ഇടത്ത് കുഞ്ഞുങ്ങളൊക്കെ അത് പാടുന്നു എന്നറിയുന്ന സന്തോഷം. ഭർത്തിയുമായുടെ ജീവിതകഥയെ ആസ്പദമാക്കി ഒരു പാട്ട് ഇപ്പൊ ഏറ്റവും അവസാനം. അങ്ങനെ ഒരു 10-നോടടുത്ത് എനിക്ക് 8-9 പാട്ടുകൾ VBS വേണ്ടി എഴുതിയിട്ടുണ്ട്. പാട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അങ്ങനെ ഈ പാട്ട് ഈ ചില പാട്ടുകൾ ഞാൻ തന്നെ മ്യൂസിക് ചെയ്തതാണ്. ബൈബിൾ സ്റ്റോറീസിൽ ഇപ്പം ശിംശോന്റെ പാട്ട്, ഗദരദേശത്തെ പാട്ടുകള്, പിന്നെ തിബരിയാസ് കടൽക്കരയിൽ, ഇതൊക്കെ ജോസി പുല്ലാട് സാറാണ് സംഗീതം ചെയ്തത്. സാറുമായിട്ട് ചേർന്ന് സാറിന്റെ സംഗീതത്തിന് വരികൾ എഴുതിയ 2-3 പാട്ടുകളുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത പാട്ടുകളാണ്. തപ്പി തപ്പി എന്നുള്ള പാട്ട് ഷേർലി ഒരു മിനിറ്റ് പാടാമോ? തപ്പി തപ്പി ഞാനാണോ? ഹലോ, അതെ ഷേർലി ഉണ്ടെങ്കിൽ ഒന്ന് പാടാമോ? ഞാൻ നോക്കട്ടെ. ഞങ്ങൾക്ക് ഇന്നായിരുന്നു പഠിച്ചത്. ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്, അധികം സംസാരിക്കും, പാട്ട് പാടണം. ലാസ്റ്റ് പാടിയാ മതിയോ? അവസാനം മതി, അവസാനം പാടിയാ മതി. മതി. കോശി സാർ ഉണ്ടോ? കോശി തലക്കൽ സാർ ലൈനിൽ കണ്ട പോലെ തോന്നി. സാംസങ് TV സാംസങ് സാറിന്റെ ആണോ? സാർ ഔട്ട് ഇല്ല, ഇപ്പോ ഇല്ല. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും അച്ഛനോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കാനായിട്ടുണ്ടോ ഈ കേട്ടതിന്റെ വെളിച്ചത്തിൽ? പാട്ടുകളെ കുറിച്ചൊന്നും ചോദിക്കാനില്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അച്ഛനെ പരിചയപ്പെടാനായിട്ട് സമയം എടുക്കാം. അങ്ങനെ ചോദിച്ചു. തപ്പി തപ്പി നടന്നൊരു എന്നുള്ളത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്. അത് ആദ്യമേ സ്വാധീനിച്ചിട്ടുണ്ട് ആ പാട്ട്. ഒത്തിരി ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായി. ഓക്കെ, വെരി ഗുഡ്, സന്തോഷം.
വേറെ ആരെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? സൂപ്പർ പാട്ടാണ് അച്ഛാ. ഞങ്ങൾ ആ ഇന്ന് താങ്ക് യു പഠിച്ചതേ ഉള്ളൂ. എനിക്ക് താങ്ക് യു. ഒന്ന് പാടിക്കോ ഷേർലി. പാടിക്കേട്ടെങ്കിൽ പാടും. പാടാനൊരു അതെ, ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചോ, അല്ലെങ്കിൽ ഞാൻ പാടാം. അച്ഛൻ പാടിയാ മതി, കുഴപ്പമില്ല. അല്ലല്ല, ഷേർലി എനിക്ക് പാട്ടുകാരൻ ഇവിടെ ഇല്ല. അച്ഛൻ പിന്നെ പാടും, ഷേർലി ആദ്യം പഠിക്കും. അതെ. എനിക്ക് ഫുള്ള് ക്ലിയർ അറിയില്ല സത്യം അത്രയും പറഞ്ഞാൽ. അറിയാവുന്ന അത്രയും പാടും. രണ്ടു വഴി മതിയോ? ആ മതി. തപ്പി 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 നടന്നൊരു അന്തൻ ഭക്തിമായി, ഫിഷെടുത്ത് അലഞ്ഞൊരു പാവം ചങ്ങാതി, യേശു വരുന്നത് കേട്ടൊരു നേരം അയ്യോ നിലവിളി. അവിടെ എനിക്ക് അറിയില്ല. അപ്പൊ അച്ഛനൊന്ന് പാടി കേൾപ്പിക്കും. അച്ഛൻ അതെ, ഈ പാടി തപ്പി തപ്പി കേൾപ്പിക്കണം. അത് ഞാന് എന്റെ വൈഫാണ് അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഞാനാണ് അത് എഴുതിയത്. അല്ല ആ ഒന്ന് പാട്ട് ഞങ്ങള് അതും ഈ ചില വരികൾ അതിങ്ങനെ പെട്ടെന്ന് ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പീൻ എന്നുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പീൻ എന്നുള്ളതാണല്ലോ ചിന്താവിഷയം. അപ്പൊ എനിക്കിങ്ങനെ തത്വവും തിത്വവും തക്കിട തരികിട തന്നിന്നെത്താനും, അതെനിക്കിങ്ങനെ ഒരു യാത്രയിൽ ഒരു തിരുവല്ലയിലോട്ടുള്ള യാത്രയിലാണ് അങ്ങനെ ഒരു മ്യൂസിക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ അധികം ഇങ്ങനെ ഭൃത്യമായുടെ ഇങ്ങനെ തപ്പി 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 നടന്നൊരു അന്തൻ ഭൃത്യമായി അത്രയും ഒരു എന്തോ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ വണ്ടി സ്കൂട്ടർ ഒതുക്കി നിർത്തിയിട്ട് അത് ഫോണിൽ റെക്കോർഡ് ചെയ്തങ്ങ് കിട്ടും. കാരണം അത് ചിലപ്പോൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്ക് അത് ചിലപ്പോൾ മനസ്സിൽ കിട്ടണമെന്നില്ല. പിന്നീട് ബാക്കി വന്നിട്ട് വരി എഴുതിയതാണ്. പിന്നെ എന്റെ വൈഫാണ് അതിന്റെ ബാക്കിയൊക്കെ മ്യൂസിക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഈ അതിനോട് ചേർന്ന് ഞാൻ കുറച്ചുകൂടെ എഴുതാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആ മ്യൂസിക്കിനെ അത്തിമരത്തിൽ വലിഞ്ഞു കയറിയ കുഞ്ഞൻ ചക്കായി, അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു അതും എഴുതി വരുമ്പോഴത്തേക്കും ഇത് വലിയൊരു പാട്ടായി പോകും. അപ്പൊ പിന്നെ നമ്മുടെ ഈ VBS-ന്റെ സിംഗിങ് സെഷനൊക്കെ വളരെ പരിമിതമായ സമയമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ അത് മുന്നോട്ട് എഴുതണ്ടെന്ന് കരുതി പിന്നെ അത് ഞാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ട്. അപ്പൊ ഞാൻ ഒരു വാക്ക് പാടാം. ടീച്ചർ പാടി ഉത്തര വളരെ കറക്റ്റ് ആണ്. തപ്പി 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 നടന്നൊരു അന്തൻ ഭർത്തിയുമായി, ഭിക്ഷ എടുത്തു വലഞ്ഞൊരു പാവൻ ചങ്ങാതി, യേശു വരുന്നത് കേട്ടൊരു നേരം അയ്യോ നിലവിളിയായി, ശിഷ്യന്മാരോ ശാസിച്ചവനെ ആകെ സങ്കടമായി, തപ്പി 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 നടന്നൊരു അന്തൻ ഭർത്തിയുമായി, ഭിക്ഷയെടുത്ത് വലഞ്ഞൊരു പാവൻ ചങ്ങാതി, യേശു വരുന്നത് കേട്ടൊരു നേരം അയ്യോ നിലവിളിയായി, ശിഷ്യന്മാരോ ശാസിച്ചവനെ ആകെ സങ്കടമായി, തത്തോം തിത്തോം തക്കിട തരികിട തന്നിന്നത്താനൂ, തത്തോം തിത്തോം തക്കിട തരികിട തന്നിന്നത്താനൂ, തന്നിന്നത്താനൂ, തന്നിന്നത്താനൂ. ധൈര്യപ്പെടുവീൻ, എഴുന്നേറ്റിടുവീൻ, ദാവീദിൻ പുത്രനാം യേശു വിളിച്ചല്ലോ. ധൈര്യപ്പെടുവീൻ, എഴുന്നേറ്റിടുവീൻ, ദാവീദിൻ പുത്രനാം യേശു വിളിച്ചല്ലോ. പുതപ്പറിഞ്ഞ് ചാടി എഴുന്നേറ്റവനും വന്നല്ലോ, വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കാഴ്ച ലഭിച്ചല്ലോ. തത്തോം തിത്തോം തക്കിട തരികിട തന്നിന്നത്താനൂ, തത്തോം തിത്തോം തക്കിട തരികിട തന്നിന്നത്താനൂ, തന്നിന്നത്താനൂ, തന്നിന്നത്താനൂ. ആക്ഷൻ സൂപ്പർ ആക്ഷനാ. താങ്ക് യു. അത് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്താണ്. ഭയങ്കര ഇഷ്ടമാ, ഭയങ്കര ഇഷ്ടം. ഒരു ദിവസം കൊണ്ട് അവർ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അച്ഛന്റെ കൊച്ചമ്മ അടുത്തുണ്ടോ? ശ്രുതി അച്ഛാ ഞങ്ങളുടെ ബിജിനച്ചിന്റെ ഒരു പാട്ടുണ്ട് അതിനകത്ത് കേട്ടോ. 32 ബിജിനച്ചൻ, ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന് കരവാളൂർ ആണോ? കെരീത്. ബിജിനച്ചൻ ഇവിടെ കലിങ്കലുണ്ടോ? ബിജിനച്ചനോ? അത് തന്നെ അച്ഛൻ അയ്യോ, എഴുതിയ അച്ഛന് പാട്ട്. എന്റെ അടുത്ത സുഹൃത്ത്, ഞാൻ 2 ദിവസം മുമ്പ് അച്ഛൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതെ ഡൽഹിയിലൊക്കെ പോയായിരുന്നു അല്ലേ? അതെ അതെ. ഓക്കെ പിന്നീട് പുൽക്കൂട്ടിൽ പൂക്കാലത്തിന്റെ പാട്ട് വന്നിട്ടുണ്ട് സാറേ. ഏതാ? പുൽക്കൂട്ടിൽ പൂക്കാലം, ക്രിസ്മസ് പാട്ടുകൾ. അതിനകത്ത് അതില് തെന്നൽ കാറ്റ് വീശും നീലാകാശരാവിൽ എന്ന് പറഞ്ഞ് 2 വർഷം മുൻപ് വന്നൊരു പാട്ടാണ്. അത് ഒത്തിരി കൊയർ ധാരാളം സ്ഥലങ്ങളിൽ ആ പാട്ടുകൾ പാടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം പാടി. തെന്നൽ കാറ്റ് വീശും നീലാകാശരാവിൽ, ഉള്ളിൽ ശാന്തി തൂകും ഗീതികൾ, മഞ്ഞിൽ സ്നേഹഗീതം മഞ്ഞിൻ തുള്ളി പോലെ, വിണ്ണിൽ നാഥൻ ഇന്ന് ജാതനായി, അഴകൂറും ഓമൽ പൈതലായി, അകതാരിൽ നാഥൻ വന്നിതാ, ആഹാവാനിൽ ദൂതവൃന്ദം ഹാലേലൂയ പാടി, ഭൂവിൽ ദൈവസൂനു അതിമോദമോടിതാ, വാനിൽ ദൂതവൃന്ദം ഹാലേലൂയ പാടി, ഭൂവിൽ ദൈവസൂനു അതിമോദമോടിതാ. ഇത് പാട്ട് പുൽക്കൂട്ടിപ്പൂക്കാലം വന്നിട്ടുണ്ട്. വേറെയും ക്രിസ്മസ് പാട്ടുകൾ, ആ ക്രിസ്മസ് ആൽബം എഴുതിയിട്ടുണ്ട്. പിന്നീട് കോവിഡ് സമയത്ത് ഞാൻ ഈ മഹാമാരിയിലും മഹാവ്യാധിയിലും എന്ന് പറഞ്ഞൊരു പാട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് ഇറക്കിയായിരുന്നു. അത് ഒരുപാട് ലക്ഷം ആളുകൾ കണ്ടൊരു പാട്ടാണ്. അത്
പ്രശസ്ത ഗായികയായിട്ടുള്ള പെർസിസ് ആണ് അതിന് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞത്. അത് ആ കോവിഡ് സമയത്ത് ഒത്തിരി പേർക്ക് ഒരു ആശ്വാസം കൊടുത്തൊരു പാട്ടാണ്. മഹാമാരിയിലും മഹാവ്യാധിയിലും എന്ന് പറഞ്ഞൊരു പാട്ട്. അതുപോലെ ഈ നമ്മുടെ സഭയല്ലാത്ത മറ്റ് സഭകൾ, അതായത് ഇവാഞ്ചലിക്കൽ ചർച്ച്, തിരുവല്ലയിലുള്ള സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ അവരുടെ ജനറൽ കൺവെൻഷന് വേണ്ടി ഒരു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ വാക്കു പറഞ്ഞാൽ മാറാത്തവൻ എന്നുള്ളൊരു പാട്ട് എഴുതിയായിരുന്നു. അതും അവിടെ ആ വർഷത്തെ 2021 ആ വർഷത്തെ CD-യിലെ ആദ്യത്തെ പാട്ടായിരുന്നു. അവിടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനെ വാക്കുമാറാത്ത മഹോന്നതനെ എന്ന് പറഞ്ഞൊരു പാട്ട്. അങ്ങനെ കുറെ പാട്ടുകൾ പിന്നീട് യൂട്യൂബിലൊക്കെ കുറച്ച് പാട്ടുകളൊക്കെ യൂട്യൂബില് സംഗീതം ചെയ്ത പാട്ടുകളുണ്ട്, എഴുതിയ പാട്ടുകളുണ്ട്. അതില് നമ്മുടെ എലിസബത്ത് എസ് മാത്യു എന്ന് പറഞ്ഞ വളരെ പോപ്പുലർ ആയിട്ടുള്ള സിംഗർ പാടിയ ഒരു പാട്ട്, നിറയും മിഴികൾ നാഥൻ മുൻപിൽ നോവിന്റെ സംഗീതമായി എന്ന് പറയുന്നത്, ശാരീരികമായി പരിമിതിയുള്ള സംസാരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. എന്നാൽ മനോഹരമായ പാട്ട് പാടി, നിങ്ങൾ പലർക്കും അറിയായിരിക്കും എലിസബത്ത് എസ് മാത്യു. അപ്പൊ എലിസബത്തിനെ കൊണ്ട് ഒരു പാട്ട് എഴുതിയ പാട്ട് പാടിച്ചിരുന്നത് ലിൻസ് തോമസ് എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് അത് മ്യൂസിക് ചെയ്തിരുന്നത് ആ പാട്ട്. അങ്ങനെ പലരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മ്യൂസിക് പലരും ചെയ്തിട്ടുണ്ട്. ഈ തെന്നൽക്കാറ്റ് വീശി നീലാകാശ രാവിൽ റോഷൻ, ഇപ്പോ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന റോഷൻ ജോൺ എബ്രഹാം ആണ് ആ പാട്ട് മ്യൂസിക് ചെയ്തത്. അങ്ങനെ സ്നേഹിതരുടെയും സഹോദരങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി ഈ മിനിസ്ട്രിയിൽ, ഇതൊരു വലിയ ശുശ്രൂഷയാണല്ലോ, ഈ ഒരു മിനിസ്ട്രിയിൽ ഇത്രയും ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാനൊരു സംഗീത പാരമ്പര്യമുള്ള ആളല്ല. ഞാന് വളരെ അവിചാരിതമായി ഈ മേഖലയിൽ വന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും അതിനെ ദൈവകൃപയെന്നും ദൈവ പദ്ധതിയെന്നും മാത്രം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു സംഗീത പാരമ്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ എപ്പോഴും എന്റെ പാരമ്പര്യം പറഞ്ഞേനെ. എനിക്ക് പാരമ്പര്യം പറയാനില്ല. എനിക്ക് പറയാനുള്ളത്, ബലഹീനനായ എന്നെ ദൈവം ഈ ശുശ്രൂഷയ്ക്ക് വിവിധയിടങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനങ്ങൾ, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ പാടാനുള്ള ഗാനങ്ങൾ എഴുതാൻ തക്കവണ്ണം ബലഹീനനായ എന്നെ ദൈവം കൃപ നൽകി ശക്തീകരിച്ചു. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് എന്റെ പാട്ടുകൾക്കകത്ത് മിക്കവാറുള്ള പാട്ടുകളെല്ലാം അതിന്റെ ഒരു തീം തന്നെ കൃപ എന്ന് വരുന്ന ഒരു പാട്ടായിരിക്കും. കാരണം അത് ഞാൻ അനുഭവിക്കുന്നതാണ്. അതൊക്കെയാണ് ഈ പാട്ടിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യുന്നത്. സംഗീത ലോകത്തേക്ക് അച്ഛന്റെ ഇത് തുടക്കം മാത്രമാണ്, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് നമുക്ക് ഭാവിയിൽ കാണാം, അച്ഛന്റെ പാട്ടുകൾ കേൾക്കാം. അച്ഛൻ തപ്പി എന്നുള്ള പാട്ട് ട്യൂൺ ചെയ്തത് കൊച്ചമ്മയാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അടുത്തുണ്ടോ എന്ന് ചോദിച്ചത്. റെഡി ആണെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ ദാറ്റ്സ് ഓക്കെ. അപ്പോ നമുക്കിത് നമ്മുടെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനിപ്പോ ഈ റെക്കോർഡിംഗ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ.